അനൗൺസ് ചെയ്യേ ആരെല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറയും. അവർക്കുള്ള ഒരു യാത്രയയപ്പ് ചടങ്ങാണ് നമ്മുടെ ഈ മൈത്രീം ഭജത അഖില ഹൃചേത്രീ ആത്മവദേവ പരാക്രമണം ജനനീ പൃഥിവീ കാമദുഃഖാസ്തേ ജനകോ ദേവ സകല ജനാനാം ശ്രേയോ ഭൂയാത് സകല ജനാനാം. സ്വാഗതമോതുന്നു ഹൃദ്യമായി ഞങ്ങൾ സ്നേഹി ഏഴു സ്വരങ്ങൾക്ക് ഏറെ മാധുര്യമിന്നോതിയ സ്നേഹിതർ നിങ്ങൾ ഗണിതത്തിൽ ഭൂഗോള സ്പന്ദനം തീർത്തവർ രണ്ടുപേർ പ്രഭ തൂകിടുന്നു സ്നേഹ സ്വാഗതമോതിടുന്നു. ശാസ്ത്രത്തിൻ വീഥിയിൽ വിസ്മയം പകരുന്ന മലയാള ഭാഷയിൽ പുഞ്ചിരി തൂകിടും മിതഭാഷിയ സാമുണ്ടേ. സാമൂഹ്യ ശാസ്ത്രത്തിൻ വീഥിയിൽ കർമ്മങ്ങൾ തീരുന്നും സൂര്യ തേജസ്സായി മാറുകയെന്നും വിദ്യതൻ വിത്തുവേദച്ച ഒരായിരം കിളികൾ മധുരകരും സ്നേഹസംഗീതമായി. നമുക്ക് ജ്യോതി ടീച്ചർ വന്നു. നിരവധി വർഷങ്ങളായി നമ്മോടൊപ്പം സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെട്ട ഇവിടെ 1-2 വർഷം കഴിഞ്ഞാൽ നമ്മളൊക്കെ അങ്ങനെ കൊഴിഞ്ഞു പോകേണ്ട ആൾക്കാരാണ്. ഈ കൊഴിഞ്ഞായ നമ്മുടെ ബെല്ല ടീച്ചർ സാംസ്കാരിക നഗരമായ തൃശ്ശൂരിൽ നിന്ന് ചരിത്രമുറങ്ങുന്ന പരപ്പനാടിയിലെ മണ്ണിൽ തെറ്റാത്ത കണക്കുമായി 1991 ജൂൺ 20 SNM സ്കൂളിൽ കണക്ക് അധ്യാപികയായി ജോയിൻ ചെയ്തു. കുട്ടികളെ ആദരങ്ങളോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി മാത്സ് ഡിപ്പാർട്ട്മെന്റിനെ ക്ഷണിക്കുന്നു. നമുക്ക് ഏവർക്കും പ്രിയങ്കയായ നമ്മുടെ HM ബെല്ല ടീച്ചർ.
നിന്ന് ജൂൺ 20 ജോയിൻ ചെയ്തു. എപ്പോഴും പുഞ്ചിരിച്ച വേദിയിലേക്ക് ക്ഷണിക്കാം. എപ്പോഴും പുഞ്ചിരിച്ച മുഖത്തോടുകൂടിയുള്ള സൗമ്യത മുഖമുദ്രയാക്കിയ നമ്മുടെ സ്വന്തം അഞ്ജലി ടീച്ചർ, ശാരീര സുന്ദരിയായ അഞ്ജലി ടീച്ചറെ വേദിയിലേക്ക് ഇരിക്കുന്നു. ടീം കെമിസ്ട്രി. താങ്ക് യു. 1993 ജൂലൈ 15 ഭൗതിക ശാസ്ത്രത്തിനായി ജോയിൻ ചെയ്തു. കൃത്യസമയത്തിന് ചരിത്രാധ്യാപികയായി SNM മണ്ണിലെത്തി. ഈ SS ഡിപ്പാർട്ട്മെന്റിനെ ക്ഷണിക്കുന്നു. ഏറെ സ്നേഹത്തോടെ നമുക്ക് കാഞ്ചന ടീച്ചറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈ കൊടുക്കാം കാഞ്ചന ടീച്ചർക്ക്. താങ്ക് യു ടീം SS. നമ്മുടെ കലാലയത്തിലെ ടീം SS ആൻഡ് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് രമേശമാശയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SS ഡിപ്പാർട്ട്മെന്റ്. ജൂലൈ 15 മലയാളം അധ്യാപകനായി SNM എത്തുകയും മലയാളം. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് രാജീവ് സാറിനെ വേദിയിൽ ക്ഷണിക്കാം. സ്മരണകളുള്ള വടകരയിൽ നിന്ന് ഏറെ സ്നേഹത്തോടെ നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചിരുത്താം. സഹദേവൻ സാർ. താങ്ക് യു ടീം മാത്സ്. ടീച്ചർ വാങ്ങുന്നു. നമുക്ക് ഏവർക്കും പ്രിയങ്കരായ എന്നും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം നെല്ല ടീച്ചർ. ആദരം ഷോൾ അണിയിക്കുന്നു. സമർപ്പിക്കുന്നു. സമർപ്പണമാണ് നടത്തുന്നത്. നല്ലൊരു കൈ കൊടുക്കാം നമ്മുടെ നമുക്ക് ഏവർക്കും ഉപഹാര സമർപ്പണമാണ് നെല്ല ടീച്ചർക്ക് നൽകിയിരിക്കുന്നത്. അഞ്ജലി ടീച്ചർ ഡെപ്യൂട്ടി ടീച്ചറായി 3 വർഷക്കാലമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ കെമിസ്ട്രി അധ്യാപികയായ അഞ്ജലി ടീച്ചർക്ക് സ്കൂളിന്റെ സ്വർണ്ണ പതക്കമാണ് നൽകുന്നത്. ഏറെക്കാലം നമ്മെ സ്നേഹിച്ച നമ്മോടൊപ്പം നിന്ന് എന്നും നമ്മോട് പുഞ്ചിരിച്ച മുഖത്തോടെ കാണുന്ന നമ്മുടെ സ്വന്തം അഞ്ജലി ടീച്ചർക്ക് ടീം സയൻസിന്റെ ഒരു ചെറിയ സ്നേഹ സമ്മാനം. ടീച്ചർക്ക് നൽകുന്നു ഒരു സ്നേഹോപഹാരം. നമ്മുടെ സ്കൂളിലെ ആചാരമായ സ്വർണ്ണ പതകം നൽകുന്നു. അമീർ ഫിസിക്സ് അധ്യാപകനായി ജോലി ചെയ്തു വരുന്ന നമ്മുടെ അമീർ സാറിനെ പൊന്നാടാനിരിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാം നമുക്ക് നമ്മുടെ സ്വന്തം അമീർ സാറിന്. താങ്ക് യു ടീം സയൻസ്. ടീം സയൻസിന്റെ അടിപൊളി ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഇവിടെ വന്നിരിക്കുന്നത്. മുകളിലായി അഞ്ജലി ടീച്ചർ, നമ്മുടെ അമീർ സർ റിട്ടയർ ചെയ്തുകൊണ്ട് 2 അധ്യാപകരും കൂടാതെ SNMലെ സയൻസ് അധ്യാപകരും ചേർന്ന് നിൽക്കുന്ന അതിമനോഹരമായ ഒരു ചിത്രമാണ് സമ്മാനമായി നൽകിയിരിക്കുന്നത്. SNMലെ സയൻസ് കുടുംബങ്ങളെ എന്നും ഓർക്കാൻ ചിത്രം അഞ്ജലി ടീച്ചർക്ക് ടീം സയൻസ് സമ്മാനിക്കുന്നു. ടീം സയൻസ്. നല്ലൊരു കയ്യിൽ കൊടുക്കാം അഞ്ജലി ടീച്ചർക്ക്. ശാസ്ത്ര കുടുംബത്തിന്റെ വകയുള്ള ഒരു സ്നേഹ സമ്മാനമാണ്.
താങ്ക് യു. സ്കൂളിന്റെ ആദരമായ സ്വർണ്ണ പതക്കം സമ്മാനിക്കുന്നു. നൽകുന്നു. മനോഹരമായ കാഞ്ചന ടീച്ചറുടെ ചിത്രവും കൂടാതെ SS ഡിപ്പാർട്ട്മെന്റ് ഒന്നടക്കമുള്ള ഒരു മനോഹരമായ ചിത്രമാണ് ടീച്ചർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. നല്ലൊരു കൈ കൊടുക്കാൻ നമുക്ക് നേർക്കും കാഞ്ചന ടീച്ചർക്ക്. നമ്മുടെ ഒരു മെമന്റോ കൂടി നൽകുന്നു. താങ്ക് യു കുഞ്ഞാലിമ. SS ഡിപ്പാർട്ട്മെന്റിന്റെ സ്നേഹ സമ്മാനമായ മനോഹരമായ രമേശ് പുഞ്ചിരിക്കുന്ന മുഖത്തോടെയുള്ള ഒരു ചിത്രമാണ് സമ്മാനിച്ചിരിക്കുന്നത്. സ്കൂളിന്റെ സമ്മാനമായ സ്വർണ്ണ പതക്കം സമ്മാനിക്കുന്നു. നമുക്ക് ഒരു മെമന്റോ കൂടി നൽകുന്നു. നമ്മുടെ സ്കൂളിന്റെ സ്നേഹ സമ്മാനം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു രാജേഷ് സർ. ടീം മലയാളത്തിന്റെ വകയുള്ള സ്നേഹ സമ്മാനമാണ് രാജേഷ് സർ നൽകുന്നത്. താങ്ക് യു. നമ്മുടെ അസൈനർ സർ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ സർജൻ സർക്ക് നല്ലൊരു കൈ കൊടുക്കാം. നമുക്ക് ഏവർക്കും സ്കൂളിന്റെ ആദരമായ ഷോൾ അണിയിക്കുന്നു അസൈനർ സർ. കൂടാതെ ഒരു മെമന്റോ കൂടി നൽകുന്നു. താങ്ക് യു. വകയുള്ള മെമന്റോ സമർപ്പണമാണ് നടക്കുന്നത്. ഏറെ സ്നേഹത്തോടെ ടീം മാത്സ് അത് സഹദേവൻ സർ നൽകുന്നു. ആയി ഒന്നും നമുക്ക് തോന്നില്ല. നമ്മളെക്കാൾ ചെറുപ്പമായിട്ടുള്ള 7 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒക്കെയാണ് എല്ലാവരും. അതിൽ ഓരോരുത്തരെ പറ്റി ചെറുതായിട്ട് പറയാം, കുറേ സമയമായതല്ലേ. ആദ്യം നമ്മുടെ പ്രിയങ്കരിയായ HM ബെല്ല ടീച്ചർ. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ സൗഭാഗ്യങ്ങളും തിരിച്ചു പിടിക്കുക റിട്ടയർഡ് ആവുന്നതിന് ശേഷമാണ്. പക്ഷെ ഇപ്പോഴും ആകെ മാറി നമ്മുടെ ജീവിതത്തിന്റെ ഇനിയാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഭാഗം കിടക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ടീച്ചർ കാഞ്ചന ടീച്ചറുടെ പ്രത്യേകത എന്താ വെച്ചാൽ ടീച്ചർ ഈയിടെയൊക്കെ ആയിട്ട് ഒരു നർത്തന രംഗത്തേക്ക് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ നർത്തകിയുടെ രൂപഭാവങ്ങളിലൊക്കെ ടീച്ചർ എത്തിപ്പെട്ടിട്ടുണ്ട്.
മനസ്സിലേക്ക് വരിക. കാരണം നല്ല ടീച്ചറെ ഏറ്റെടുത്ത ഉടനെയാണ് അസംഗായ ഭാഷ ഇവിടുന്ന് പോയതും അതിനുശേഷമാണ് ശരിക്കും എനിക്ക് അതൊരു കുട്ടി എന്നുള്ള രീതിയിലായിരുന്നു സ്കൂളിലേക്ക് വന്നത്. പെട്ടെന്ന് മുതിർന്നോ എന്ന് തോന്നിയത് ആ ഒരു സമയത്താണ്. നല്ല ടീച്ചറെ ആ ഒരു കാലഘട്ടത്തിലും കൂടെയാണ്. നല്ല ടീച്ചർ വന്ന കാലഘട്ടം നമ്മൾ പറയാറില്ലോ ഒരു പിൻഗാമിയായ മുല്ല ടീച്ചർ, എൻ്റെ പിൻഗാമിയായ ഫൈസൽ സാർ, മറ്റ് ഒരേ ഒരു സങ്കടമേ ഉള്ളൂ, ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് പോകേണ്ടി വരും എന്നുള്ളൊരു സങ്കടം. പറഞ്ഞ് തഴമ്പിച്ചൊരു വാക്ക് തന്നെയാണ് അത്. ഏറ്റവും ശക്തയായ ഏറ്റവും പ്രഗത്ഭയായ ഒരു ഹെഡ്മിസ്ട്രസ് എന്നുള്ളത് യാതൊരുവിധ മടിയും കൂടാതെ യാതൊരുവിധ സംശയവും കൂടാതെ ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റിൽ പണ്ടേ പോയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കുറേ കാര്യങ്ങൾ ഞാനിത് ഷെയർ ചെയ്യാറുണ്ട്. അതിൻ്റെ കുടുംബത്തിലെ വിഷയങ്ങൾ, അദ്ദേഹത്തിൻ്റെ സർവീസായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടുവരുന്ന മുഖങ്ങളാണ് ഇവർ 7 പേരും. എൻ്റെ കുടുംബ ജീവിതത്തിലും വളരെയധികം സ്വാധീനം ചെലുത്തിയ വളരെയധികം കാഞ്ചന ടീച്ചറായാലും രമേശ മാഷായാലും രാജീവ് മാഷായാലും സൗദ്യ മാഷെല്ലാം ഞാൻ വന്നതിന് ശേഷം ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. രമേശ മാഷ 95-ലായിരുന്നു, ഞാൻ 94-ലുണ്ട്. എൻ്റെ തൊട്ട് മുന്നേ ആ വർഷം തന്നെയാണ് കാഞ്ചന ടീച്ചർ വന്നത്. പിന്നെ ബെല്ല ടീച്ചറും അഞ്ജലി ടീച്ചറും 2 വർഷം മുന്നേ അല്ലേ 91-ല്. അപ്പൊ വന്നത് മുതൽ ഇതിലും സംസാരിക്കുക ഇടപെടുകയും എന്തായാലും കർമ്മരംഗത്ത് നല്ല വ്യക്തിമുദ്ര പതിപ്പിച്ച 7 വ്യക്തിത്വങ്ങളാണ്. പറഞ്ഞതാണ്. വളരെ ഒരു കാർക്കശ്യക്കാരനാണ്, എന്നാലും വളരെ സ്നേഹവും കരുണയൊക്കെ ഉള്ള ഒരു മഹാവ്യക്തിത്വത്തിനുടമയാണ്. നമ്മുടെ ഷക്കീല ടീച്ചറാന്ന് എഴുതിയതാണ് സ്നേഹമുള്ള സിംഹമാണ് അദ്ദേഹം എന്നൊക്കെ ഉള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ എന്നും നമ്മളുടെ എൻ്റെയൊക്കെ സ്മരണയിൽ ാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. അപ്പം സാറിൻ്റെയും ഒരു പെരുമാറ്റം എല്ലാം ഇപ്പോൾ ഓർക്കുകയാണ് ഈ വേളയിൽ. ക്ലർക്കായി പിരിഞ്ഞ കുഞ്ഞാമു സാറ്, അതുപോലെ തന്നെ റുക്കിയ താത്തയൊക്കെ ഞങ്ങളിപ്പോൾ ഈ വയ്യാത്ത സമയത്ത് ഞങ്ങൾ പോയി കണ്ടിരുന്നു. ആ സമയത്തും എന്താ പറയുക, ഇവിടുത്തെ ഓരോരുത്തരെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നല്ല പറയാമല്ലോ. പൂമുഖത്ത് പുഞ്ചിരിയായി വിളങ്ങിയ പൂക്കളത്തെ പറിച്ചിത കൊണ്ടുപോകുന്നേ. ഇനിയുണ്ട് വേണം ചുണ്ടിയിടാൻ പല നിറം വേറെയും വേണം. ഗതിയില്ല കാലത്തൊക്കെ കഠിനമായി വെറും നൃത്തം മാത്രമേ ഉള്ളൂ. യാത്ര ചെയ്യാറുണ്ട്, പിന്നെ അല്ലാത്ത വേറെ യാത്രയുണ്ട്. ഇതേപോലെ തന്നെ ഈ മൃതശരീരം വഹിച്ചിട്ടുള്ള ഒരു വണ്ടി കേട്ടോ. സത്യത്തില് അതെനിക്ക് ചെറുതിൽ ആദ്യം മനസ്സിലായില്ല. പിന്നെ ആശംസയും യാത്രയപ്പ് സന്ദേശവും കൈമാറാനാണ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്.
കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ വന്ന വർഷമാണോ അതോ പിറ്റത്തെ വർഷമാണോ എന്നറിയില്ല, സയൻസ് എക്സിബിഷൻ, സ്റ്റേറ്റ് സയൻസ് എക്സിബിഷൻ തിരൂർ വന്നു. അന്ന് ഇവിടുന്ന് ഷായിന്ന് 10 ഉറുപ്പ്യം കയറ്റിയിട്ട് ഒരു ബസ് നിറച്ച് കുട്ടികൾ അങ്ങോട്ട് കൊണ്ടുപോയി, തിരൂർക്ക് കൊണ്ടുപോയി, വോയിസ് കൊണ്ടുപോയി. മകരിബാങ്ക് കൊടുക്കുമ്പോൾ അവർ റോട്ടിലാണ്. സാദേമാഷി, ഞാൻ എൻ്റെ വിജയഭേരി കാലഘട്ടത്തിലാണ് പലരാരുമായിട്ട് നല്ല കൂട്ടുകെട്ട് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ജെൻ സ്റ്റാഫ് റൂമിൽ മിഠായി കച്ചവടം ഉണ്ട് എന്ന് പറഞ്ഞു തന്നത്, അത് എനിക്ക് തന്നത് സാദേവ് മാഷും രാജീവ് മാഷും കൂടിയാണ്. പിന്നെ രാജീവ് മാഷ് എന്താ വെച്ചാൽ നമ്മുടെ IT എന്ത് വിജയഭേരിയുടെ എന്ത് दुनिया है मेरे पीछे लेकिन मैं तेरे पीछे अपना बना ले मेरी जान हाय रे मैं तेरी कुर्बान खजरा मोहब्बत वाला अखियों में ऐसा डाला खजरे ने ले ली मेरी जान हाय रे मैं तेरी कुर्बान आई हो എന്ന് പറയുന്നത് കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റും ഒരു എന്താ പറയുക കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കുക. അപ്പോൾ കുട്ടികളെ ലക്ഷ്യത്തിലെത്തും, അത് അവർ ആസ്വദിക്കും. അതാണ് ഇന്ന് വന്ന തലമുറയോട് എനിക്ക് പറയാനുള്ളത്. എംപ്ലോയ്മെൻറ്റ് ചെറുതായിട്ട് പറയാം. നമ്മൊരു പക്ഷെ നോക്കുമെന്നൊരു പേടിയുണ്ട്, സാരമില്ല, ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല, ഇല്ല. ഇന്നത്തെ നമ്മുടെ ദിവസമാണല്ലോ. അപ്പോൾ തുടങ്ങണം മെന്നതറിയില്ലെൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു. ചെറിയ 1-2 കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ രാവിലെ ഒരു 11 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ട്. ഇന്നിവിടെ എന്നെ ഇവിടെ എത്ര സമയം പിടിച്ചു വെച്ചത്, ഈ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മിസ്സിങ് ആണ്. അപ്പം ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ ചാടി പുറപ്പെട്ട് സ്കൂളിലെ വകയായുള്ള നമ്മുടെ സമർപ്പണമാണ് നടക്കുന്നത്. നമുക്ക് ഇവർക്കും നിറഞ്ഞ കൈകളോടെ ഇവരെ ആശീർവദിക്കാം. താങ്ക് യു. बस कहने से बिस्मिल्लाह മനസ്സിലെ മോഹം നീ
മനസ്സിലെ മോഹം നീരതങ്ങൾ ചേരും നേരം പൊന്നാരെ കൊതിച്ചിട്ടും വരാനെന്തേ കൊതിച്ചിട്ടും വരാനെന്തേ വൈകി നീ കൊതിച്ചിട്ടും വരാനെന്തേ വൈകി നീ എത്ര വിളിച്ചിട്ടും വരാനെന്തോ നീ ആദ്യമായി ഇത്ര വലിയ ഒരു വിടവാങ്ങൽ ചടങ്ങ് ആസൂത്രണം ചെയ്ത് ഡാൻസിലുള്ള മേശപ്പുറത്തിരിക്കുന്നത് നിങ്ങളുടെ വിയർപ്പാണ് എന്ന് എനിക്കറിയാം. അത് ഏറ്റുവാങ്ങുമ്പോൾ രണ്ട് വാക്ക് നന്ദിയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പറയാൻ വയ്യ, നന്ദിയിൽ ഒതുങ്ങൂല. എത്രയോ മാസമായി ആസൂത്രണം ചെയ്തതിൻ്റെ ഒരു ഭാഗമാണിത്. നിങ്ങളുടെ ഭക്ഷണം, നിങ്ങൾ തന്നിരിക്കുന്ന ഈ എല്ലാ ഓർമ്മിക്കാനുള്ള വിഭവങ്ങളും അതേപോലെ തന്നെ നിങ്ങളൊരുക്കിയ കലാവിധമൊക്കെ നന്ദി പറയല്ലേ. ഓക്കെ, മെലഡീസൊക്കെ ശേഷം നിശ്ചയമായിട്ട് ഞാൻ നല്ലൊരു ബന്ധം മെലഡീസറുടെ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് ഞാൻ കണ്ടത്, ഞാനൊരു സ്പോർട്സ് ഡ്യൂട്ടി എടുത്തിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡ്യൂട്ടി എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും സെറ്റ് ഞാൻ പോകും. അതെൻ്റെ ഒരു ചെയ്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കുറ്റാൻ. ഞാൻ തമാശയാണ് പറയുന്നത്. ശ്രീനിവാസന്റെ പടയിലായിരുന്നു
ഞാൻ ഓർമ്മ ശ്യാമള ചിന്താവിഷ്ടയായ ശ്യാമളയെ ശ്യാമള ചിരിക്കും ശ്യാമള ഞാൻ തമാശ പറയണം. പറയാൻ പ്രത്യേക കാരണം പറയാൻ സമയമല്ല, നിങ്ങൾക്ക് പറയാലോ. ഇവിടുത്തെ സ്ഥിതി ഇത് ആരെയും സൗണ്ട് കേൾക്കാണ്ടെന്ന് എന്താ, ഏത് ഫംഗ്ഷൻ വരുമ്പോ ആദ്യം പ്രിൻസിപ്പൾ, പിന്നെ HM, പിന്നെ ഡെപ്യൂട്ടി കഴിയും. ടൂറിനും അങ്ങനെ കാറ്റത്തിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പേഴ്സൺ ആയിട്ടുള്ള ആളാണ് സലാം മാഷ്. ഓരോ കാര്യം എടുക്കുമ്പോൾ നിൽക്കുകയല്ലേ പോകാതിരിക്കാൻ വേണ്ടി. പിള്ളേരെ കുട്ടികളെ പിന്നെ ബയോളജി കുറേ ക്ലാസ് കേട്ട്, SS കുറേ ക്ലാസ് കേട്ട് ടീച്ചർ അത്ര എത്തിച്ചണ്ടേ. ഇതിലൊരു ഫോട്ടോ എടുത്താൽ ഇതില് അത് നല്ല എടുത്തില്ല, ബാക്കിയല്ല എടുത്തില്ല. വീഡിയോ എല്ലാം വേർഡ്സ് അവിടുന്ന് പാടിക്കോ. നടക്കട്ടെ നടക്കട്ടെ. അതെ അതെ അല്ല വീട്ടുകാർ വെട്ടിവരവ് എത്ര ഇരുട്ടിലാണുള്ളത്.
ആരോ ബെല്ലടിച്ചല്ലോ. അങ്ങനെയല്ലേ ഒരു മര്യാദ, അതൊരു മര്യാദ അല്ലല്ലേ. മൊബൈലും ഗൂഗിളും ഉണ്ടായിട്ട് ഒരു സാധനം കിട്ടുന്നില്ല. നല്ല കണക്ഷൻ വെച്ച് കഴിയും. അധികം അലക്കണ്ട. Taking shots.
सुनने